ഇനി നമ്മൾ ഗസയിലേക്കാണ്. ഗസയിൽ പട്ടിണി ഓരോ ദിവസവും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പട്ടിണി മൂലം കൊല്ലപ്പെടുന്ന അവസ്ഥ. ഭക്ഷണത്തിന് വരി നിൽക്കുന്നവരെ അടക്കം ഇസ്രായേൽ സൈന്യം അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഈ ക്രൂരതയ്ക്കെതിരെ ലോകമെങ്ങും ശബ്ദമുയരുമ്പോഴും ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കം. ഇസ്രായേൽ സേനയ്ക്കുള്ളിൽ നിന്നുള്ള എതിർപ്പുകൾ അടക്കം അവഗണിച്ചുകൊണ്ടാണ് ഗസ പൂർണ്ണമായും കൈവശപ്പെടുത്താനുള്ള പദ്ധതിക്ക് മന്ത്രിസഭയുടെ പിന്തുണ നെതന്യാഹു തേടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. MCA നാസർ ചേരുകയാണ്. നാസർ, എന്താണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം? നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്? ദിവ്യ, സമ്പൂർണ്ണമായിട്ടും ഗസയെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരിക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നിർണായകമായ ചില തീരുമാനങ്ങൾ ഇസ്രായേൽ കൈക്കൊള്ളാൻ പോകുന്നത്. ഇന്ന് രാത്രിയാണ് അടിയന്തര സുരക്ഷാ സമിതി യോഗം, മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അവിടെ തന്റെ പദ്ധതി നെതന്യാഹു അവതരിപ്പിക്കും. കാരണം നേരത്തെ തന്നെ ഗസയെ പൂർണ്ണമായിട്ടും സൈനികമായിട്ട് കീഴൊതുക്കുക എന്നത് ഇസ്രായേൽ നേതൃത്വത്തിന്റെയും രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന്റെ ലക്ഷ്യമായിരുന്നു. പക്ഷേ 22 മാസങ്ങൾ പിന്നിടുന്ന ഒരു ഘട്ടത്തിലും അതിൽ പൂർണ്ണമായിട്ട് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. ഗസയിലെ നല്ലൊരു പങ്കും ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കുറെ കൂടി ശക്തമായിട്ടുള്ള ആക്രമണം തുടരുക എന്നതിൻ്റെ അർത്ഥം നിലവിലുള്ള ഈ മനുഷ്യക്കുരുതി അല്ലെങ്കിൽ വംശഹത്യ അതിൻ്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. പക്ഷേ സൈനിക നേതൃത്വം ഇതിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ബന്ദികളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്നതായിരിക്കും അത്തരമൊരു വ്യാപകമായിട്ടുള്ള ആക്രമണം. കാരണം ഗസയുടെ എല്ലാ ഭാഗത്തും ഇപ്പോൾ തന്നെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കും. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം നിലവിലുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുക അല്ലെങ്കിൽ അവരെ അമർച്ച ചെയ്യുക എന്നത് പ്രായോഗികമല്ല എന്നൊരു നിർദ്ദേശം കൂടി സൈനിക നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ഒരു മൗനാനുവാദത്തോടു കൂടി ഈ ആക്രമണ പരമ്പരകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തമായിട്ടുള്ള നീക്കം ഇസ്രായേൽ നേതൃത്വം പ്രധാനമായിട്ടും പ്രധാനമന്ത്രി നെതന്യാഹു തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അനുമതി നേടുന്നതിന് വേണ്ടിയാണ് ഇന്ന് രാത്രി നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗം ചേരുന്നത്. എന്തായാലും നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇപ്പം 150ഓളം പേരാണ് പട്ടിണി മൂലം മരണപ്പെട്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ പേർ, ആയിരങ്ങൾ തന്നെ പട്ടിണി മൂലം മരണപ്പെടാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ ഒരു 100 ചുവട് ട്രക്കുകൾ മാത്രമാണ് ഇപ്പോൾ റഫ അതിർത്തിയിലൂടെ ഗസയിലേക്ക് വരുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയത് 600 ട്രക്കുകളെങ്കിലും വന്നെങ്കിൽ മാത്രമേ, കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഭക്ഷ്യവിതരണം നടന്നെങ്കിൽ മാത്രമേ ഈ പട്ടിണി ഇല്ലായ്മ ചെയ്യാനും അതിൻ്റെ പ്രതിസന്ധി മറികടക്കാനും സാധിക്കുകയുള്ളൂ. പക്ഷേ ഗസയുടെ പല ഭാഗത്തും ഭക്ഷണ വിതരണത്തിന് വരുന്ന മനുഷ്യർക്ക് നേരെ നിരന്തരമായി വെടിവെപ്പ് നടക്കുന്നു. ഇന്ന് മാത്രം 52 പേരാണ് ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 1800ഓളം പേരെ കൊലപ്പെടുത്തുകയും 10,000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ഈ ഭക്ഷ്യവിതരണ സമ്പ്രദായം പാടെ നിർത്തൽ ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ UN നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ MCA, ഇവിടെ ഈ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കം, ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുമില്ലേ? വലിയ തോതിലുള്ള എതിർപ്പുണ്ട്. കാരണം ബന്ദികളുടെ ബന്ധുക്കൾ അതിശക്തമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാക്കും. അതുകൊണ്ട് അത്തരമൊരു നീക്കം ഉപേക്ഷിക്കുകയും ഹമാസുമായിട്ടൊരു കരാറിൽ എത്തിച്ചേരുകയും, കാരണം അത്തരമൊരു കരാർ വരികയാണെങ്കിൽ, യുദ്ധ വിരാമം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ദികളെ ഒരുമിച്ച് തന്നെ കൈമാറാമെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതല്ല, പക്ഷേ യുദ്ധവിരാമത്തിനപ്പുറം തൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ നിലനിൽപ്പ് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് മാത്രമാണ് ഇപ്പോൾ നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ഏതാണ്ട് 600ഓളം ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഇസ്രായേലിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരും ട്രംപിന് പോലും കത്തെഴുതിയിരുന്നു എത്രയും പെട്ടെന്ന് നെതന്യാഹുവിനെ യുദ്ധം നിർത്താൻ പ്രേരിപ്പിക്കണമെന്ന്. അതോടൊപ്പം തന്നെ മൊസാദിന്റെ മുൻ മേധാവികൾ ഉൾപ്പെടെ 100 കണക്കിന് പ്രതിരോധ വിദഗ്ധരും ട്രംപിനോടും അതോടൊപ്പം തന്നെ നെതന്യാഹുവിനോടും അടിയന്തരമായിട്ട് ഈ യുദ്ധം നിർത്തണം, ഇനിയും യുദ്ധം തുടരുന്നത് ഇസ്രായേലിന്റെ എല്ലാ അർത്ഥത്തിലും ബാധിക്കും, ഇസ്രായേലിന്റെ തകർച്ചയ്ക്ക് പോലും അത് വഴിയൊരുക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ഈ മുൻ സൈനിക നേതൃത്വം ഒന്നിച്ച് തന്നെ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ ആക്രമണം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെ വംശഹത്യ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ കൊണ്ടുപോകാനും നെതന്യാഹു നേതൃത്വം ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവറിൻ്റെയും സ്മോട്രിക്കിൻ്റെയും പ്രേരണ നിമിത്തമാണ് നെതന്യാഹു ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു നീക്കത്തിൽ ഏർപ്പെടുന്നത്. പക്ഷേ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 21 ലക്ഷത്തിലധികം വരുന്ന പലസ്തീൻ ജനസമൂഹത്തെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു വംശഹത്യയുടെ ഭാഗം
ഭാഗമായിട്ട് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് കാണാനും വിലയിരുത്താനും സാധിക്കൂ. ദിവ്യ, യെസ്, എന്തായാലും ആശങ്കാജനകമാണ് ഗസയിലെ സ്ഥിതി. അവിടെ പട്ടിണി അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ മരണപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. അതിനിടയിലാണ് ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കം നെതന്യാഹു ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെതിരെ ശക്തമായ പ്രതിഷേധവും വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഇസ്രായേലിനുള്ളിൽ തന്നെ ശക്തമായ വിമർശനമുണ്ട്. ബന്ധുക്കളൊക്കെ വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതിനിടയിലാണ് തന്റെ നിലപാടുമായി നെതന്യാഹു മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട്. മനുഷ്യ സഹായം ഗസയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തിയില്ല എങ്കിൽ വലിയൊരു കൂട്ടക്കൊല തന്നെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ആശങ്ക ലോകരാജ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവഗണിക്കാതെ വകവയ്ക്കാതെയുള്ള തീരുമാനങ്ങളും നടപടികളുമാണ് നെതന്യാഹു സ്വീകരിച്ചു വരുന്നത് എന്നതാണ്. വിവരങ്ങളാണ് MC N. നാസർ നൽകിയത്.